ഇസ്ലാമും ഭീകരതയും നിരീക്ഷണത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ജർമ്മൻ പ്ലെയർ തോമസ് മുള്ളറുടെ മറുപടി ആശ്ചര്യകരമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം മുസ്ലിങ്ങളായിരുന്നില്ല, രണ്ടാം ലോക മഹായുദ്ധവും മുസ്ലിങ്ങളായിരുന്നില്ല, 20 മില്യൺ ഓസ്ട്രേലിയക്കാരെ കൊന്നതും മുസ്ലിങ്ങളായിരുന്നില്ല, വടക്കൻ അമേരിക്കയിലെ 100 മില്യൺ അമേരിക്കക്കാരെ കൊന്നതും മുസ്ലിങ്ങളായിരുന്നില്ല, തെക്കേ അമേരിക്കയിലെ 50 മില്യൺ അമേരിക്കക്കാരെ കൊന്നതും മുസ്ലിങ്ങളായിരുന്നില്ല, 180 മില്യൺ ആഫ്രിക്കൻ റൂമികളെ അടിമകളാക്കിയതും മുസ്ലിങ്ങളായിരുന്നില്ല. എന്നിട്ട് അതിലെ 88% മനുഷ്യരെയും കൊന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞതും മുസ്ലിങ്ങളായിരുന്നില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരു രാത്രി കൊണ്ട് കൊന്നതും മുസ്ലിങ്ങളായിരുന്നില്ല. അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്ന ലെനിനും സ്റ്റാലിൻ ജോസഫും പോൾപോട്ടും മാവോയിസത്തും മുസ്ലിങ്ങളായിരുന്നില്ല. അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും മുസ്ലിങ്ങളായിരുന്നില്ല. പലസ്തീനിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നതും ഇറാഖിലെ ലക്ഷക്കണക്കിന് സിവിലിയൻസിനെ കൊന്നതും അഫ്ഗാനിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ കൊന്നതും മുസ്ലിങ്ങളായിരുന്നില്ല. ഇന്ത്യയെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും മുസ്ലിങ്ങളായിരുന്നില്ല. ഇന്ത്യക്കാരെ അടിമകളാക്കിയ ജമ്മിമാരും നാടുവാഴികളും മുസ്ലിങ്ങളായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നതും മുസ്ലിങ്ങളായിരുന്നില്ല. ഒടുവിൽ തോമസ് മുള്ളർ പറഞ്ഞവസാനിപ്പിച്ചു, അതായത് മുസ്ലിമീങ്ങൾ അല്ലാത്തവർ ഒരു കുറ്റം ചെയ്താൽ അതൊരു സാധാരണ കുറ്റമാണ്, അതേ തെറ്റൊരു മുസ്ലിം ചെയ്താൽ ഭീകര പ്രവർത്തനമാകും. ആദ്യം നിങ്ങളുടെ ഈ ഡബിൾ സ്റ്റാൻഡ് നിലപാട് പുനഃപരിശോധിക്കുക, എന്നിട്ടാവാം നിങ്ങളുടെ ബാക്കി ചർച്ച.